ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് ലീവാണ്. അപ്പോൾ വേറെ ഒന്നും ഉണ്ടല്ല, എനിക്ക് എക്സാമും കൂടിയാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും എനിക്കിട്ട് പ്രാർത്ഥിക്കുക. എക്സാമിന് സെക്കൻഡ് ഇയറുടെ എക്സാമാണ്, എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ ജോലിക്ക് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അമ്മ ഉണ്ടാക്കിയത് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടയാണ്, കോഴിക്കോട്ട ചായ. അപ്പം അങ്ങനെ ഇതും കഴിച്ചിരിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് മസ്റ്റായിട്ട് ഉപ്പുമുളക് മസ്റ്റായിട്ട് കണ്ടേ പറ്റൂ. കാരണം വെച്ചാൽ അത് കണ്ടിട്ട് കഴിക്കുമ്പോൾ സുഖം വേറെ തന്നെയാണ്. അപ്പോൾ എനിക്കിന്ന് എക്സാമാണ്. പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജയിക്കുന്ന പോലും എനിക്കറിയില്ല. അപ്പോൾ കഴിച്ചിട്ട് വേണം പോയി പഠിക്കാൻ. അപ്പോൾ പാത്രം കുന്നുപോലും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. അപ്പം മേശയൊക്കെ ക്ലീനാക്കി, പിന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഹോളൊക്കെ ഭയങ്കര മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. ഡെയിലി തുണി ഉണ്ടാവും, ഡെയിലി. ആകെപ്പാടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ 10 മണിയായി സമയം. അപ്പോൾ ഞാൻ വെച്ചാൽ ഉള്ള സമയം എന്നാൽ കുറച്ച് നേരം പഠിക്കാമെന്ന്. പഠിച്ചിട്ടാണെങ്കിൽ തലയിലാണെങ്കിൽ ഒന്നും കയറുന്നില്ല. അപ്പോൾ ഇന്നത്തെ കോലം ഇതാട്ടോ എൻ്റെ. ഇതല്ല കേട്ടോ ഇട്ടിട്ട് പോണത്, വേറെ ഇട്ടിട്ട് പോകണം. അപ്പം അങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഫോണിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ആക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റൊക്കെ ആക്കി. എന്നാൽ കുറച്ച് നേരം ഇരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ജയിക്കാൻ പോകണില്ലെന്ന് ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം പഠിച്ചു. പിന്നെ അതിന് ശേഷം ഒരു 11:30 ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ റെഡി ആവാമെന്ന്. അപ്പോൾ കണ്ണൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പിന്നെ എന്താ പറയുക, അടുക്കളയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തെ. അപ്പോൾ അടുക്കളയിൽ പോകുമ്പോൾ എനിക്ക് അടുക്കള കാണുമ്പോഴേ കയറാൻ തോന്നത്തേ ഇല്ല. കാരണം വെച്ചാൽ ആകെ മെസ്സി ആയതുകൊണ്ടേ. അപ്പോൾ ഇന്ന് അമ്മ എന്തൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിക്കാം. തക്കാളി വെച്ചിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ കോഴിക്കോട്ടയുണ്ട്. പിന്നെ വേറെന്താ നോക്കട്ടെ. അതിൽ ചോറ്, പിന്നെ ഇതിനകത്ത് എന്തോ ഒരു സംതിങ് എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് കഴിക്കണോ എന്താ ചെയ്യണം എനിക്കറിയില്ല. അപ്പോൾ വിളക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 11:30 സംതിങ് ആയി തോന്നുന്നു. അപ്പോൾ വിളക്കൊക്കെ അണച്ചു. വിളക്കണച്ചിട്ട് എന്നാൽ പോയി ഡ്രസ്സ് മാറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ എടുത്തു. എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ്. ആർക്കെങ്കിലും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഇതാണ്. പിന്നെ സൺസ്ക്രീൻ ആക്നി UV ആണ് ഞാൻ യൂസ് ചെയ്യണത്. അതും അടിപൊളിയാണ്. നല്ലൊരു ഇതാണ് എനിക്ക് ഫീലായിട്ട് വന്നിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഈ 2 പ്രൊഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഐബ്രോ പാലറ്റ് ഞാൻ ഡെയിലി ഐബ്രോ എഴുതാറുണ്ട്. അങ്ങനെ ഐബ്രോസൊക്കെ ഫില്ലൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ മസ്റ്റായിട്ട് ഇന്ന് കണ്ണെഴുതിയില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഐലൈനർ മസ്കാര ഞാൻ ഇടാറുണ്ട്. മസ്കാര ഇട്ടു. അങ്ങനെ എന്താ പറയുക, സിമ്പിളായിട്ടാണ് ഞാൻ പോയത്. ലൈനറോ കാജലൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലുക്ക്. എൻ്റെ മുടിയും കൂടി കെട്ടാറുണ്ട്. ഇന്ന് മുടി കുറച്ച് ഓയിലി ആയിപ്പോയി എൻ്റെ. എനിക്ക് കുറേ നാളെ എണ്ണയൊക്കെ പെട്ടിട്ട് തലയിൽ. അപ്പം ഞാൻ നേരെ അടുക്കളയിൽ പോയി ഫുഡൊക്കെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഞാൻ രാവിലെ കാണിച്ചത് തന്നെ. അത് ഞാൻ എന്താ അങ്ങനെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഞാൻ മേളിലാണ് വെച്ചിരിക്കണം. അപ്പോൾ എന്നെ കാണാവോ അല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്യാമറയിൽ ഞാൻ നോക്കിയത്. കാരണം ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ താഴെ വാഷ് ബേസിനാണ്. അത് താഴെ വീണതിന് തീർന്നു എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ കുറച്ച് ചോറും, അപ്പോൾ എന്താ പറയുക, തക്കാളി കറിയും, പിന്നെ എന്തോ മെഴുക്ക് പുരട്ടിയായിരുന്നു, ചീരയാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു. സോറി കേട്ടോ. ഇതൊക്കെ ഞാൻ സൈഡിലൊക്കെ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് നോക്കുക, കാരണം ഫോൺ താഴെ വീഴാൻ പാടില്ല എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഫുഡ് കൊണ്ടുവന്ന് അപ്പുറത്ത് ഞാൻ കൊണ്ട് വെച്ചു.
അപ്പോൾ വെച്ചിട്ട് എന്താണ് എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മസ്റ്റായിട്ട് ഞാൻ ഉപ്പുമുളക് കാണും കേട്ടോ. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടു, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഞാൻ എന്താ അങ്ങനെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അത് തിരിഞ്ഞില്ല. അപ്പം അതാ ഞാൻ ക്യാമറയോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പം അതിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ആ ഭുജിയ, അതായത് ആലു ഭുജിയ എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. അതിൻ്റെ ഹൽദിറാമിൻ്റെ അത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചോറും തക്കാളിയും മെഴുക്ക് പുരട്ടിയും കൂടി കഴിച്ചു. അങ്ങനെ ഒരു പിടി അങ്ങോട്ട് പിടിച്ച് ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച സമയം എന്തായാലും ആയി, വാ നമുക്കെന്ന് പോകാമെന്ന്. അങ്ങനെ റെഡിയൊക്കെ ആയി. ഇത്രയേ ഉള്ളൂ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോൾ ടിക്കറ്റ്, എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, കാരണം ഫോൺ അലൗഡ് അല്ലല്ലോ അവിടെ. അപ്പം അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല. വന്നു പൊട്ടുമെന്ന് ഉറപ്പായി. അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഫ്രഷൊക്കെ ആയി. പാത്രം കുറച്ച് കഴുകണം. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെടുപിടേന്ന് കഴുകാനൊക്കെ തോന്നി. പക്ഷെ അതിൻ്റെ മുമ്പേ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ട്രിപ്പും കൂടി ഞാൻ ഫുഡ് കഴിച്ചൊക്കെ വന്നു. മീൻസ് എന്താ പറയുക, സെയിം രാവിലത്തെ എന്തായിരുന്നു അതൊക്കെ തന്നെ കേട്ടോ ഞാൻ കഴിച്ചത്. എനിക്ക് ഭയങ്കര വിശപ്പ്, എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വിശപ്പ്. അപ്പം അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമാണ്. പേഴ്സണലി എനിക്ക് പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പാത്രമുണ്ട്, എന്നാൽ അത് കഴുകാമെന്ന്. അപ്പം ഞാൻ ഈ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക അടുക്കി ഒന്ന് ഫ്രണ്ടിലൊന്നും തുടച്ചൊന്നൊക്കെ വെച്ച് ഓക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാം പാത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇത് തിരിയണില്ല, അതന്നെ ഞാൻ അതിനങ്ങനെ നോക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചെന്താ ഇങ്ങനെ നോക്കണേന്ന്. ആ ക്യാമറ അങ്ങോട്ട് നീങ്ങുന്നില്ല, അതാണ് ഞാൻ നോക്കിയത്. അപ്പം അങ്ങനെ കുറച്ച് പാത്രം ഞാൻ കഴുകി അവിടുത്തെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വിളക്ക് കത്തിച്ചു. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ അമ്മേനെ വിളിക്കാൻ വേണ്ടി ഞാൻ പോയി. ആ വഴി തന്നെ മീരയുടെ വീട്ടിൽ പോയി, അതായത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലും പോയി. അവിടെ പോയപ്പോൾ ജാനു ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. അവളുടെ തുള്ളിച്ചാട്ടത്തിൽ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവളുടെ ജാനുവിൻ്റെ കൂടെ ടൈം സ്പെൻഡൊക്കെ ചെയ്തു ഞങ്ങൾ. കാരണം വെച്ചാൽ അമ്മ കുറേ നാളെ ജാനുവിനെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ അവളുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ജാനു അമ്മേനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചവിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. അവളിപ്പോൾ ഏകദേശം ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ അവളുടെ കുറുമ്പത്തോടെ അവളുടെ എൻജോയ്മെൻറ്റ്. അപ്പോൾ ഇത്ര